തടവുകാരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് നൽകി ജയിൽ മിനിസ്ട്രി മംഗളൂരു യൂണിറ്റ് രജത ജൂബിലി ആഘോഷിച്ചു. മംഗളൂരു, ബംഗളൂരു, ഷിമോഗ, ബെല്ലാരി, കലബുറഗി എന്നിവിടങ്ങളിൽ നിന്നുള്ള 25ഓളം വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന സഹായത്തിനായി 10,000 രൂപ വീതം ചെക്ക് നൽകി. പണമോ സ്വാധീനമോ ഇല്ലാത്തതിനാൽ ഒരു ജാമ്യം പോലും ലഭിക്കാതെ ധാരാളം ആളുകൾ ജയിലിൽ കഷ്ടപ്പെടുന്നു. തടവുകാരിലും അവരുടെ കുടുംബങ്ങളിലും പ്രതീക്ഷ വളർത്തിയതിന് മന്ത്രാലയത്തിന്റെ സന്നദ്ധ പ്രവർത്തകരെ അഭിനന്ദിച്ച് മംഗലാപുരത്തെ ബിഷപ്പ് പീറ്റർ പോൾ സൽദാന പറഞ്ഞു. ജയിൽ മിനിസ്ട്രി നിരവധി തടവുകാർക്ക് പ്രതീക്ഷയുടെ കിരണമായിരിക്കുന്നുവെന്ന് നിങ്ങൾ തനിച്ചല്ല എന്ന രജത ജൂബിലി തീം വിശദീകരിച്ചുകൊണ്ട് ബിഷപ്പ് പറഞ്ഞു. ആളുകൾക്ക് ജീവിതത്തിൻ്റെ ഒരു പുതിയ ദർശനം പ്രതീക്ഷിക്കുന്ന സ്ഥലമാകാൻ ജയിലിന് കഴിയുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഷിമോഗ ബിഷപ്പ് ഫ്രാൻസിസ് സെറാവോ, ബിഷപ്പ് സൽദാന എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന കുർബാനയോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. ജയിൽ മിനിസ്ട്രി സ്ഥാപകനും മുൻ ഡയറക്ടറുമായ ഫാദർ ഫ്രാൻസിസ് കൊടിയൻ സഹകാർമ്മികനായിരുന്നു. 1999 സെപ്റ്റംബറിൽ ആരംഭിച്ച പ്രസ്ഥാനത്തിൻ്റെ മംഗളൂരുവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് PMI മംഗളൂരുവിൻ്റെ കോർഡിനേറ്ററായ ട്രസ്റ്റി മെനസസ് ഓഡിയോ വിഷ്വൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മോചിതരായ ശേഷം നിരവധി തടവുകാരെ പുനരധിവസിപ്പിക്കാൻ PMI മംഗളൂരു യൂണിറ്റിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. നിരവധി ജയിലുകൾ ജയിൽ മിനിസ്ട്രിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാൽ ടീം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് കർണാടകയിലെ PMI കോർഡിനേറ്ററായ സിസ്റ്റർ തെരേസ് മസ്കരേനസ് പ്രസംഗിച്ചു. പാസ്കൽ മൊണ്ടേറോ, മംഗളൂരു ജയിൽ സൂപ്രണ്ട് BD ഒബലേഷപ്പ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.